ഹായ് നമസ്കാരം. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ചല്ല, ഹൈറിച്ചുമായി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹൈറിച്ച് എന്ന് പറയുന്നത് ഹൈറിച്ചിൻ്റെ കേസ് എന്ന് പറയുന്നതോ, ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജസ്റ്റ് ബിസിനസ്, ഒരു കാര്യം ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് പൈസ കിട്ടുന്ന ഒരു ബിസിനസ് എന്നുള്ളതിനുപരി ഞാനതിനെ ഒരു ഇന്നോവേഷൻ, ഒരു ഫ്യൂച്ചറിലേക്കുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കും കൂടി കാലത്തിൻ്റെ ആ ഒഴുക്കിൽ പങ്കെടുക്കുവാൻ ഒരു അവസരം കൊടുക്കാൻ സാധ്യതയുള്ള ഒരു കമ്പനി എന്നുള്ള നിലയിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ ഹൈറിച്ചിന് ചെയ്യാൻ പറ്റും, ചെയ്തു തുടങ്ങിയ ഇനിയും ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ. അപ്പം അതേക്കുറിച്ചൊക്കെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ബോധം, ഫ്യൂച്ചർ എങ്ങനെയാവണം, നാടിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാവണം, ജനങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും, എങ്ങനെ കൊടുക്കാൻ പറ്റും, എങ്ങനെ കൊടുക്കും എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു അവബോധമുള്ളവർക്ക് ഹൈറിച്ചിനെ മനസ്സിലാവും. അല്ലാതെ ഇപ്പോഴത്തെ സ്വന്തം കാര്യം അല്ലെങ്കിൽ വേറെ എന്തിനോ വേണ്ടി എന്നൊക്കെ നിലയിൽ നിൽക്കുന്ന ഈ ബ്രോയിലർ കുരങ്ങുകൾ എന്ന് ഞാൻ വിളിക്കും. ബ്രോയിലർ കുരങ്ങുകൾ മനുഷ്യൻ ഒരു കണക്കിനൊരു കുരങ്ങാണ്. കുരങ്ങിൻ്റെ ഒരു ജനറേഷനാണ്, ന്യൂ ജനറേഷനാണ്. അതായത് ഒരു സ്പീഷീസ് ഓഫ് കുരങ്ങിൻ്റെ ഒരു ന്യൂ ജനറേഷനാണ് മനുഷ്യൻ. ഇപ്പോഴും ആ കുരങ്ങ് ലെവലിൽ തന്നെ ഈ തലച്ചോറെന്ന് പറയുന്നത് കുരങ്ങിൻ്റെയും മനുഷ്യൻ്റെയൊക്കെ ഷേപ്പ് ഏകദേശം സെയിമാണ്. ഏകദേശം അതിൻ്റെ ഒരു എവോൾവിങ് സ്റ്റേജ് പോലെയാണ് ഇപ്പോഴുള്ള കുരങ്ങായാലും. അതുകൊണ്ട് തന്നെ ഈ കുരങ്ങിൻ്റെ ബ്രെയിനിൽ നിന്ന് മനുഷ്യൻ്റെ ഒരു വിവേചന നിർണയ ബുദ്ധി എന്ന് പറയുന്നത്, അതിൻ്റെ വേരിയേഷൻ അത് പല ലെവലിലായിരിക്കും പല ആളുകളിലും ഉള്ളത്. അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പല വിഷയങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് പബ്ലിക്കായിട്ട് ഇപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. പണ്ടൊക്കെ നമ്മളുടെ ചുറ്റുപാടും ഉള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുന്നതും സംസാരിക്കുന്നതുമായ ആളുകളുടെ അഭിപ്രായങ്ങളും അതിലെ വ്യത്യാസങ്ങളും മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതും വളരെ കുറവായിരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതുകൊണ്ട് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും എല്ലാവർക്കും അവൈലബിൾ ആയതുകൊണ്ടും ഓരോ വിഷയത്തിലും ഓരോരുത്തരുടെ മലയാളം എഴുതാനും വായിക്കാനും അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാം എന്നുള്ളതിൻ്റെ ഒരു കഴിവിൻ്റെ മേലെ അതിലും വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഈ എഴുതാനും വായിക്കാനും അറിയുന്നവരുടെ വായനയ്ക്കും വായിച്ച് മനസ്സിലാക്കാനുള്ള അറിവുണ്ട്, അതിലും വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ എല്ലാത്തിലും ആളുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ചിലപ്പോൾ ഞാൻ പൊട്ടനായതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ കേൾക്കുന്നതും പൊട്ടനായതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇപ്പം നിങ്ങൾ ലേറ്റസ്റ്റായിട്ട് നടക്കുന്ന ചില വിഷയങ്ങളല്ല, കാലത്തിൻ്റെ ഈ ഒഴുക്കിൽ ഇപ്പോൾ AI കുറിച്ചൊക്കെ നമ്മൾ എല്ലാവരും കേൾക്കാൻ തുടങ്ങി. ഇപ്പോൾ ആദ്യം വന്നപ്പോൾ ഒന്നും ആരും കേൾക്കാത്ത കാര്യം ഇപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ട് അമ്മമ്മമാർ വരെ കേൾക്കാൻ തുടങ്ങി. AI അല്ലേ എന്ന് പറയാൻ അവർക്കും അറിയാവുന്ന ലെവലിലേക്ക് എത്തി. അതായത് അത്ര ഫാസ്റ്റായിട്ടാണ് AI ഒക്കെ ലോക ജനത്തിൻ്റെ ഇടയിലേക്ക് എക്സ്പാൻഡ് ആവുന്നത്. അതിന് കാരണം അതിൻ്റെ ഒരു പവറാണ്, അതിൻ്റെ പൊട്ടൻഷ്യലാണ് ആ കാരണം. അത് എന്തുകൊണ്ടാണ് അത്രയും പൊട്ടൻഷ്യൽ അതിന് വന്നത് എന്ന് ചോദിച്ചാൽ, അത് വെറും ഒരു അടുത്ത ടെക്നോളജി അല്ല. നിലവിലെ ടെക്നോളജിയുടെ അടിസ്ഥാനമായ കമ്പ്യൂട്ടറും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കോഡിങ്ങും, പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി, പിന്നെ കമ്പ്യൂട്ടർ കോഡിങ്, ചിപ്പുകളുടെ പ്രവർത്തനം, ഇവയെ മൂലം കൃത്രിമമായി ഒരു ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു കല്ലെറിയുമ്പോൾ ആ കല്ലിൻ്റെ നമ്മൾ എറിഞ്ഞതിൻ്റെ ദിശയിൽ അതിൻ്റെ ഫിസിക്കൽ വെലോസിറ്റി അനുസരിച്ച് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ കല്ലിൻ്റെ നിയന്ത്രണം കല്ല് സ്വയം ചിന്തിക്കുന്നതല്ല. പക്ഷേ ആ കല്ലിന് ഒരു സ്ഥലത്തേക്ക് നമ്മൾ എറിയുമ്പോൾ അവിടെ പോയി കൊള്ളേണ്ടതാണെങ്കിൽ, നമ്മൾ എറിഞ്ഞ ദിശ ഒരല്പം വ്യത്യാസമാണെങ്കിൽ ആ കല്ലിന് സ്വയം ചിന്തിക്കാനുള്ള ഒരു ശേഷിയുണ്ടെങ്കിൽ ആ കുറച്ച് ഡയറക്ഷൻ മാറ്റി പിടിക്കാം എന്ന് വിചാരിച്ചാൽ, അതിന് ആ ഡയറക്ഷൻ മാറ്റാനുള്ള ഉപകരണങ്ങൾ അതിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ കല്ലിന് ഡയറക്ഷൻ മാറ്റി പൊസിഷൻ ചെയ്യും. അതാണ് ഒരു ചിന്തിക്കുക എന്ന് പറയുന്നത്. അത്ര ചെറിയൊരു ഉദാഹരണമാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഓൾറെഡി നമ്മുടെ ഫോണും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ച് 10-15 വർഷമായിട്ട് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ എറിഞ്ഞ കല്ല് ഉന്നം കറക്റ്റാണെങ്കിൽ പോയി അവിടെ കൊള്ളും എന്നുള്ള രീതിയിലായിരുന്നു. അല്ലാതെ ആ കല്ല് സ്വയം ഒരു ഡയവേർഷൻ എടുക്കില്ല. അതായത് നമ്മൾ ഫോണിനോ ഇൻ്റർനെറ്റിനോ ഗൂഗിളിനോ കാൽക്കുലേറ്ററിനോ എല്ലാം കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് അതിങ്ങനെ മൂവ് ചെയ്യും, കൊള്ളും. ഇപ്പോഴത്തെ പ്രോഗ്രാമിംഗ്, AI ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാമുകളുടെ പ്രത്യേകത,
നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടാണെങ്കിലും ഒരല്പം അങ്ങോട്ട് മാറിപ്പോയാലും അത് ഇദ്ദേഹത്തിന് മാറിയതാവാം, കൊള്ളേണ്ടത് അങ്ങോട്ടാവാം എന്ന് ഈ കോഡിങ്ങുകളുടെ ഉള്ളിലൂടെ നമ്മളുടെ ഇൻഫർമേഷൻ സഞ്ചരിക്കുമ്പോൾ ആ കോഡിങ്ങുകളുടെ സഞ്ചാരത്തിൽ അതിന് ബോധ്യമാവുകയും, അതായത് നമ്മുടെ മനസ്സിന് ബോധ്യമാവുന്നത് പോലെ ബോധ്യമാവുകയും അതനുസരിച്ച് പാത്ത് മാറ്റി പിടിക്കുകയും അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനം നമ്മളെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടെത്തിക്കാനുള്ള ഒരു കഴിവ് മനുഷ്യനുള്ളതുപോലെ അല്ലെങ്കിൽ ചില മൃഗങ്ങൾക്കും ഉള്ളതുപോലെ സസ്യങ്ങൾക്കും ഉള്ളതുപോലെ ഇതിനേക്കാളുമൊക്കെ വലിയ രീതിയിൽ കൂടിയ രീതിയിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾക്ക് കിട്ടിത്തുടങ്ങി എന്നല്ല, അത് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ ഡെവലപ്മെൻ്റാണ് നടക്കുന്നത്. അതായത് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ശാസ്ത്രവിദ്യ അല്ലെങ്കിൽ മനുഷ്യനുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ ഉണ്ടാക്കിയെടുത്ത ഈ നമ്മളുടെ കാര്യങ്ങൾ, നമ്മളുടെ ദിനചര്യകൾ, നമ്മളുടെ ജോലികൾ എളുപ്പമാക്കാൻ നമ്മൾ ഉണ്ടാക്കിയ ഈ യന്ത്രങ്ങൾ അല്ലെങ്കിൽ ആ യന്ത്രങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഊർജത്തിൻ്റെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഈ സ്വയം ചിന്തിക്കുന്ന ആ ഒരു ശേഷി വന്നു കഴിയുമ്പോൾ എന്താ പറയുക, അത് നമ്മൾ വെറുമൊരു ഉപകരണം എന്നുള്ള നിലയിൽ ഇൻ്റലിജൻ്റായ ഒരു ഉപകരണമായി മാറും. അതിൻ്റെ തുടക്കങ്ങൾ നമ്മൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് റൂം ക്ലീൻ ആക്കുന്ന റോബോട്ടും ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം പിന്നെ ഇവിടെ ഹോട്ടലിലൊക്കെ ചെറിയ ചെറിയ റോബോട്ടുകളൊക്കെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന പരിപാടിയൊക്കെ ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പം കഴിഞ്ഞ ദിവസം ആ കാറിൻ്റെ ഇലക്ട്രിക് കാർ ആയുള്ള എലോൺ മസ്കിൻ്റെ ഉടമസ്ഥയിലുള്ള ടെസ്ല കാറിൻ്റെ ഒരു കാറ് ഉടമസ്ഥന് അല്ലെങ്കിൽ പുതിയതായി വാങ്ങിച്ച ഒരാൾക്ക് ഡെലിവറി ചെയ്തു. ആ ഉടമസ്ഥൻ ഉണ്ടായിരുന്നത് ഒരുപാട് കിലോമീറ്റർ 100 കിലോമീറ്ററുകൾക്കപ്പുറത്ത് എവിടെയോ വേറൊരു സ്ഥലത്ത് അയാളുടെ ഫ്ലാറ്റിലോ റൂമിലോ ഓഫീസിലോ ഈ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഈ വണ്ടി അവിടെ ഡെലിവറി ചെയ്യണം ഈ ഫാക്ടറിയിൽ നിന്ന്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വണ്ടിയുടെ ഓൾറെഡി ടെസ്റ്റെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ വണ്ടി അവിടെ എത്തിക്കണം. ആരെത്തിക്കുന്നത്? ഈ വണ്ടി തന്നെയാണ് ഈ വണ്ടി അവിടെ എത്തിച്ചതെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം. അതായത് ഈ വണ്ടിക്ക് പോകേണ്ട ഡയറക്ഷൻ അവിടെയാണ് എത്തേണ്ടതെന്നുള്ളത് നിർദ്ദേശം ഇതിൻ്റെ സാങ്കേതിക നിയന്ത്രണ ആളുകൾ അതിന് കൊടുത്തപ്പോൾ ആ കാറ് പിന്നീട് അത് റിമോട്ട് കൺട്രോളിങ്ങോ ഒന്നുമില്ല, പക്ക സെൽഫ് ഡ്രൈവ് ചെയ്തിട്ട് സ്വയം ഡ്രൈവ് ചെയ്ത് കാർ ഒറ്റയ്ക്ക് വേറെ ഇൻ്റർനെറ്റിൻ്റെ GPS-ൻ്റെയും പിന്നെ അതിൻ്റെ മുമ്പിൽ അതിൻ്റെ ചുറ്റുമുള്ള വളരെ ഹിഡൻ ആയിട്ടുള്ള ചെറിയ ക്യാമറകളും സെൻസേഴ്സ് ഇല്ല അതിനകത്ത്. ടെസ്ല പൊതുവേ ക്യാമറകൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ, സെൻസേഴ്സ് ഉപയോഗിക്കുന്നില്ല. ക്യാമറയിലൂടെ വിഷ്വലി അതിൻ്റെ ചുറ്റും കണ്ട് അത് കാണുന്നതെല്ലാം AI ഉപയോഗിച്ച് ആ ക്യാമറ ഡാറ്റ AI-യിലേക്ക് എടുത്ത് AI അത് എന്തെല്ലാം സാധനങ്ങളാണെന്ന് അതിൻ്റെ ഡാറ്റാബേസിൽ നിന്നും മനസ്സിലാക്കി റോഡ് മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളതിന് റോഡ് ഏതാണ് എന്നൊക്കെ കണ്ട് ആ റോഡിൽ കൂടെ നേരെ പോകുന്നു. സ്റ്റോപ്പ് സിഗ്നൽ കാണുമ്പോൾ സിഗ്നൽ അതിൻ്റെ ഡാറ്റയിൽ നിന്ന് അതിന് മനസ്സിലാവുന്നു, നിൽക്കുന്നു, ബ്രേക്ക് എടുത്ത് പോകുന്നു, ഓവർടേക്ക് ചെയ്യേണ്ടടുത്ത് ഓവർടേക്ക് ചെയ്യുന്നു. വളരെ സാവധാനമല്ല, ഒരു സാധാരണക്കാരനായ ഒരു ഡ്രൈവർ പടച്ചുകുത്തി പോകുന്ന പരിപാടിയല്ല. അല്ലാതെ പോവുകയാണെങ്കിൽ മുമ്പിൽ ഒരു വണ്ടി നിന്നാൽ അത് കണ്ട് അത് ക്യാമറയിലൂടെ കണ്ട് അതിൻ്റെ ഡാറ്റാബേസിൽ നിന്ന് അത് അവിടെ നിർത്തി എന്ന് മനസ്സിലാക്കി അത് സ്റ്റോപ്പ് ചെയ്ത്, അതായത് മനുഷ്യൻ എങ്ങനെയാണോ വണ്ടി ഓടിക്കുമ്പോൾ ചെയ്യുക അത് തന്നെ അങ്ങനെ ചെയ്ത് ഈ ഡെലിവറി ചെയ്യേണ്ട ആളുടെ മുമ്പിലേക്ക് ഇത് സ്വയം ചെന്ന് നിന്ന് വണ്ടിയെ ഡെലിവറി ചെയ്തു ഡ്രൈവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഓണർക്ക്. ഇനി വീണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഡ്രൈവർക്ക് ഈ ഓണർക്ക് ഇതേപോലെ തന്നെ ഈ വണ്ടിയെ മറ്റൊരാൾക്ക് വേണ്ടി ടാക്സി ആയിട്ട് ഉപയോഗിക്കാം. അതായത് മറ്റൊരാളെ പോയി പിക്കപ്പ് ചെയ്ത് അയാൾക്ക് വേണ്ട സ്ഥലത്ത് ആ വണ്ടി അയാളെ കൊണ്ടുവിടും. അതിന് ഡ്രൈവറും വേണ്ട, ഈ പാസഞ്ചറും ഡ്രൈവർ ആവേണ്ട ആവശ്യമില്ല, ഡ്രൈവർ ആവില്ല, അത് ടാക്സി ആയിട്ട് ഓടിക്കാം. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്കാണ് ടെസ്ല അവരുടെ കാറുകളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അതാണ് ലോകം. ഒരു 10-20-30 വർഷം മുമ്പ് ഒരു കാളവണ്ടിക്ക് പിന്നെ സ്വയം ജീവനുണ്ടെന്ന് പറയാം. ഒരു 4 ചക്രം ഒരു ഉപകരണം സ്വയമേ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് വന്ന് എല്ലാ ഒബ്സ്റ്റക്കിൾസും കടന്നു വന്ന് ഇവിടെ ഉള്ള ആളെ കൊണ്ടുപോയി തിരിച്ച് തിരുവനന്തപുരത്ത് വിടുമെന്ന് ചിന്തിക്കാനുള്ള അത്രയും ബുദ്ധി പോലും മനുഷ്യനുണ്ടായിരുന്നില്ല. അത്രയും വിശാലമായിട്ട് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു എന്നിപ്പോൾ ഒരുവിധം മനുഷ്യർക്കൊന്നും. അതിൽ നിന്ന് ഇന്നിവിടെ എത്തി. അപ്പം നമ്മൾ നാളെ എന്താണ് എന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു ബോധ്യമുണ്ട്, മനസ്സിലാക്കാൻ പറ്റും, ഇച്ചിരിയൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതൊക്കെ വിഷ്വലി കണ്ടാൽ മാത്രമേ എന്താണുള്ളൂ പിന്നെ അത് റിയൽ ആവുന്നുള്ളൂ. പക്ഷേ എന്തായാലും എല്ലാം വരും, ഈ ചിന്തിക്കുന്നതെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാലത്ത്
നമ്മൾ നമ്മളെ നാട്ടിൽ വരാൻ പോകുന്ന ഒരു വലിയ ഒരു ഡിസ്ട്രപ്ഷൻ ഉണ്ട് ജോലികളുടെയും പല 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 കാര്യങ്ങളുടെ ജോലികളിലൊക്കെ. ഈ കേരളത്തിലുള്ള മുഴുവൻ ആളുകളിലെയും ഈ കേരളത്തിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് തന്നെ വിദേശത്തേക്ക് മലയാളി ഒരുവിധപ്പെട്ട ആളുകളൊക്കെ പോയിട്ട് അവിടെ ഡ്രൈവർ ജോലിയും ഡെലിവറി ജോലിയും പിന്നെ ഫാക്ടറികളിലെ പണിയും ഒക്കെയാണ് മെജോറിറ്റി ആളുകളും എടുക്കുന്നത്. അങ്ങനെ എടുത്തുണ്ടാക്കുന്ന കാശ് കൊണ്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ടാക്സ് ആയിട്ടും മറ്റു ഉപകരണം വാങ്ങുന്നതിലായിട്ടും വീടുകൾ വെക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതായിട്ടും അങ്ങനെ മണി റൊട്ടേഷൻ നടക്കുന്നതിലൂടെയാണ്. മണി റൊട്ടേഷൻ ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ് മണി റൊട്ടേഷൻ. അപ്പം അങ്ങനെ നടക്കുന്നതിലൂടെയാണ് ഈ കേരളത്തിനൊക്കെ ഇന്ത്യയിലൊരു ചെറിയ സ്ഥാനമെങ്കിലും ഉള്ളതും നല്ലൊരു സ്ഥാനമുള്ളത്. ഇതൊക്കെ എന്ത് ചെയ്യും? ഈ ഓട്ടോമേഷൻ വഴി ഈ പുറത്തുള്ള ജോലികളൊക്കെ ഒരുവിധപ്പെട്ട ജോലികളെല്ലാം പോവും, എല്ലാ ജോലിയും പോവും. അപ്പോൾ എന്താ ഇവിടെ ഉണ്ടാവുക? അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മൾ സാധാരണക്കാരായ ആളുകൾ, ഈ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുവിധപ്പെട്ട കോടീശ്വരന്മാരെല്ലാം സാധാരണക്കാരാകും. അപ്പം നമ്മൾ സാധാരണക്കാർ ഒന്നിച്ച് നിൽക്കേണ്ടത്, ഒന്നിച്ച് ഇതുമായിട്ട് അഡോപ്റ്റ് ആവേണ്ടത്, ഇതിൻ്റെ കൂടെ ഈ എവല്യൂഷൻ്റെ കൂടെ നിൽക്കാനുള്ള പോംവഴികൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഒറ്റയ്ക്കൊരിക്കലും നടക്കൂല. ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കുടുംബവും ചിലപ്പോൾ പട്ടിണി കിടന്നാവേണ്ടി വരും, അല്ലെങ്കിൽ ദരിദ്രവാസിയായി പോകും. അപ്പോൾ ഒന്നിച്ച് നിന്നാൽ ഈ ടെക്നോളജി നമുക്ക് ഒന്നിച്ച് വരവേറ്റ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇതിൻ്റെ പ്രയോജനം ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള അവസരങ്ങളെ നമ്മൾ ഒരു കുരങ്ങൻ്റെ മനസ്സോടെ അല്ലെങ്കിൽ കഴുത കണ്ണുകളോടെ കണ്ട് കുരങ്ങൻ്റെ തല വെച്ച് ചിന്തിച്ച് നശിപ്പിച്ച് കളയുന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബൈ.